இதில் சிலிக்கான் மிக்சட் ஆகிட்டு இது கோல்டன் மாதிரி. ഹലോ ഗൈസ്, സമയം ഇപ്പോൾ വെളുപ്പിന് 3 മണി. നമ്മൾ മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ് കേട്ടോ. ആൻഡമാനിലെത്തിയിട്ടുള്ള 6ാമത്തെ ദിവസം രാവിലെയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര പോർട്ട് ബ്ലെയറിൽ നിന്നും ബാരാടങ് ഐലൻഡിലേക്കാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. പോർട്ട് ബ്ലെയറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ബാരാടങ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെളുപ്പിന് പുറപ്പെട്ടിട്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റിനെ അവിടെ എത്തി. ഇവിടെ നമുക്ക് കുറേ പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ വാഷ്റൂമിൽ പോവുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി അതൊന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ നമ്മളെപ്പോലെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ വണ്ടി നിരത്തി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് ഒരു കോൺവോയ് മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റിനകത്തേക്ക് കിടക്കുന്നത്. കോൺവോയ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ കുറേ ടൂറിസ്റ്റുകളുടെ വണ്ടിയും അതിൻ്റെ ഏറ്റവും മുന്നിലും പുറകിലായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അകമ്പടിയോട് കൂടിയാണ് ഈ ഒരു ഫോറസ്റ്റ് മേഖലയിൽ നമ്മൾ കടന്നു പോകുന്നത്. ഇനി ഈ ഫോറസ്റ്റിൻ്റെയോ അതിനുള്ളിലെ കാര്യങ്ങളൊന്നും തന്നെ വീഡിയോ എടുക്കാൻ പാടുള്ളതല്ല കേട്ടോ. കാരണം ഇവിടെ ആൻഡമാനിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ആദിവാസി സമൂഹമുണ്ട്, ജാർവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ഈ കാടിനുള്ളിലൊക്കെയാണ് വസിക്കുന്നത്. അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവർ വേട്ടയാടിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇതിനുള്ളിൽ അവരുടെ ഫോട്ടോ എടുക്കാൻ, അവരോട് സംസാരിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാനോ യാതൊന്നും പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് വളരെ ശിക്ഷാർഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനുള്ളിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വരുന്നത്. നമ്മുടെ ഈ യാത്രയ്ക്കിടയിൽ വളരെ യാദൃശ്ചികമായിട്ട് കുറച്ച് ജാർവകളെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു. അവർ വണ്ടികളൊക്കെ കാണുമ്പോഴേക്കും ഓടി ഉള്ളിലേക്ക് മറയുകയാണ് കേട്ടോ ചെയ്തത്. എന്നാലും കാണാൻ സാധിച്ചാൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് നമ്മളതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ നിന്നൊരു ഫെറി കയറിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് മാർഗേനയാണ് ലൈംസ്റ്റോൺ കേവിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ബോട്ടിൽ ഏകദേശം 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ നമ്മൾ കയറുന്നത്. ഈ ഒരു ബോട്ട് യാത്രയിൽ ഒരാൾക്ക് വരുന്നത് 900 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിൽ കയറി. നമ്മുടെ കൂടെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. சாப்பிடணும்னா இங்கே போட்டில் உட்காந்து சாப்பிடணும். அங்கே ஐலண்ட் இருந்ததுக்கப்புறம் ஒன்றுமே சாப்பிட கொடுக்காது. ஓகே, எல்லாம் சாப்பாடு 25 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കൂടെയുള്ള ആൾ അവിടെ ചെന്നാലത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കണ്ടൽക്കാടുകളാണ് കേട്ടോ ഇരു കരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേ ദൂരം ഇങ്ങനെ ചെന്നതിന് ശേഷം നമ്മൾ കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര തുടങ്ങാൻ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു യാത്ര. അങ്ങനെ നമ്മളവിടെ ചെന്ന് ബോട്ട് ഇറങ്ങിട്ടോ. ഇനി ഇവിടെ നിന്നും 1.2 കിലോമീറ്റർ കാട്ടിലൂടെ ട്രെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലൈംസ്റ്റോൺ കേവിലേക്ക് എത്തേണ്ടത്. ഇറങ്ങിയ സ്ഥലത്ത് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഒരു പാലം തന്നെ വളരെ മനോഹരം തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കരുതി അതിൽ നിൽക്കാതെ ഏതായാലും പെട്ടെന്ന് പോവാണ്. കാരണം ആദ്യം ചെല്ലുമ്പോൾ അവിടെ എന്തായാലും തിരക്ക് കുറവായിരിക്കുമല്ലോ. കാട്ടിലൂടെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. വന്യജീവികളൊന്നും ഇല്ലാത്തൊരു കാടാണ് കേട്ടോ എന്തായാലും. ചുറ്റുപാടും ധാരാളം നീളമുള്ള മരങ്ങളും അതിനേക്കാൾ ഉപരി കുറേ വേരുകളൊക്കെ കൂടെ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം കാടായിരുന്നു. രാവിലെ ആണെന്ന് പറഞ്ഞാലും നല്ല വെയിലുള്ള സമയം തന്നെയായിരുന്നു കേട്ടോ. കാടിനിടെ ആയതുകൊണ്ട് ആ വെയിൽ കാര്യമായിട്ട് അറിയുന്നില്ല, എങ്കിലും നല്ല ചൂടെടുക്കുന്നുണ്ട്. കുറേ ദൂരം ചെന്നപ്പോഴാണ് ഏതായാലും തിരിച്ചു വരുമ്പോഴെങ്കിലും വെള്ളം കുടിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാരങ്ങ വെള്ളമാണ് മെയിനായിട്ട് കിട്ടുന്നത്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് 2 പാറകൾക്കിടയിലുള്ള ഒരു വഴി തെളിഞ്ഞ് കാണാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ലൈംസ്റ്റോൺ കേവ് അഥവാ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള ഗുഹയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ലൈംസ്റ്റോൺ കേവ് അഥവാ ചുണ്ണാമ്പ് കല്ല് കൊണ്ടുള്ള ഗുഹ എന്ന് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ രൂപപ്പെട്ട ചുണ്ണാമ്പ് കല്ല് കൊണ്ടുള്ള ഗുഹകളാണിവ. വായുവിൽ നിന്നും മണ്ണിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് ഒരു വീക്കായിട്ടുള്ള കാർബോണിക് ആസിഡായിട്ട് മാറുന്നു. ഇവ ഭൂമിയിലുള്ള ചുണ്ണാമ്പ് കല്ലുകളിൽ പതിക്കുമ്പോൾ അത് ഒഴുകി അലിഞ്ഞ് ഇത്തരത്തിലുള്ള ഗുഹകളായിട്ട് മാറുന്നു.
ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ ഇരുട്ടാണ്. ചെറിയൊരു ഈർപ്പത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് കേട്ടോ. ഈ ഗുഹയ്ക്കുള്ളിൽ മുകളിലേക്കും താഴേക്കൊക്കെ ആയിട്ട് തൂങ്ങിക്കൊണ്ടുള്ള കുറേ ശിലാസൃഷ്ടികൾ കാണാൻ സാധിക്കും. ഇതിന് പലതിനും പല രൂപങ്ങളുമായിട്ട് സാദൃശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡ് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. இது பெருசாகாது. கால்சியம் ஒரு சொட்டு தண்ணி இதில் விழுந்துட்டு இது பெருசாகிட்டே இருக்கும். ஏன்னா சிவலிங்கம் மாதிரி இருக்குது. சொன்ன உடனே எல்லாம் என்ன செய்வாங்க, மக்கள் அதில் தொட்டுருவாங்க. ஏன்னா இது நேச்சுரலி ஆனது, யாரும் கைத்தோட செஞ்சதில்லை. கால்சியம் ஒரு தண்ணி ஒரு சொத்து விழுந்துட்டு இதெல்லாம் பெருசானது. இது கீழே நின்று பெருசு ஆகலை, மேலே நின்று ஒரு தண்ணி. இங்கே பாருங்க, இது சின்ன ஆனை குட்டை மாதிரி. இது கூட கீழே நின்று பிறந்ததில்லை, சரியா? மேலேருந்து ஒரு சொத்து தண்ணி அதில் விழுந்துட்டு அது டைமண்ட் மாதிரி வெறிச்சல் தெரியுது இல்லை? அது என்னன்னா ஆனை தொண்டம் இருக்குல்ல, ஆனா எலிஃபென்ட், அதே தொண்டம் மாதிரி பார்க்கலாம். தொண்டம் ஃபர்ஸ்ட் ஹெட், ஓகே. அது பக்கத்துல பாருங்க கணேசர் மூர்த்தி அப்படியே விநாயகர் உட்கார்ந்த வச்ச மாதிரி. இது பாருங்க, ஒரு சிவல சங்கூத்திரம் இல்லை, கோவிலில் சங்கூத்திரம் இல்லை, அது சங்க ஸ்ட்ரக்சர் மாதிரி. அப்படியே இதெல்லாம் பார்த்ததுக்கப்புறம் இது இங்கேருந்து க்ளோஸ், சரியா? 2004 சுனாமி வந்ததுக்கப்புறம் ஹெர்த்குவேக் வந்ததுக்கப்புறம் இதெல்லாம் டேமேஜ் ஆகிடுச்சு. அதுக்கு அப்புறம் இதுக்குள்ளே போக முடியாது. ஆனால் இது பக்கத்தில் இருந்து இப்படி இப்போ நம்ம வந்தோம் இல்லை, அந்த மாதிரி இல்லை. இப்படி கூலியாக போகணும், கயிறு வேணும், ஆக்சிஜன் சிலிண்டர் வேணும். ஓகே, இங்கே வாங்க. நம்ம பார்த்துருக்கோம், தண்ணிக்குள்ளே நின்று வெளியே வந்தது கோரல்ஸ் மாதிரி. இது பாருங்க, எல்லா கோரல்ஸ் மாதிரி மேலே நின்று கீழே டைரெக்ஷன் கொடுத்துட்டு இது எல்லாம் இந்த சைடு காட்டுங்க. இது நல்லா எக்தம் ஆக்டிவாக இருக்குது இதெல்லாம், சரியா? இதெல்லாம் கோரல்ஸ் மாதிரி இமேஜின் பண்ணோம். நம்ம இமேஜின் எப்படி பண்ணுவோம் அப்படி தான், ஓகே. இது பாருங்க, டைகர் பஞ்சா அடிக்கும் இல்லை எப்படி, அதே மாதிரி இது பாருங்க, டைகர் பஞ்சா மாதிரி அடிக்கிறது, டைகர் பஞ்சா மாதிரி அடிக்கிற மாதிரி. அது நேச்சுரலிட்டி, இது யாரும் செஞ்சதில்லை, ஓகே. எப்படி இங்கே வாங்க, இது பாருங்க. இந்த கேவுக்குள்ள எல்லாம் டைமண்ட் வெர்ச்சல் है. वेर्चल तो बोलते हैं ना, क्या बोलता हूँ, ओके, चमकता है डायमंड के गोल्डन जैसे चमक है इस पे, ठीक. इधर सिलिकॉन मिक्सड है, இது கோல்டன் மாதிரி ஓகே. கோவில் மாதிரி அதை உட்காந்து வச்சு அது ஏன் டெத் ஆயிடுச்சுன்னா, ஆள் உள்ள பூந்துட்டு அது மேலே பக்கத்தில் உட்காந்துட்டு ஃபோட்டோ எடுக்கிறாங்க, அதுக்காக டெத் ஆயிடுச்சு. இப்போ நான் வெளியே காட்டுறேன், இது உள்ட்டாயிருச்சு. இப்போ அங்கேருந்து சொல்லிட்டு வரணும் ஆக்சுவலி, அப்போ தான் புரியும். இதை பாருங்க, வெளியே பார்த்தானா 1 to 1 ஜாயிண்ட் ஆகலை. இதை பாருங்க 1 to 1 ஜாயிண்ட் இருக்கு. இதே மாதிரி கால்சியம் ஒரு தண்ணி ஒரு சொத்து இதில் விழுந்துட்டு என்னன்னா ஒரு நாள் என்ன ஆகும்னா, இந்த ஃபுல்லாக கேவ் க்ளோஸ்டாக எப்படி பாருங்க, இதே ஜாயிண்ட் ஆயிடுச்சு. இதே மாதிரி யார் தொடலைன்னா 1 to 1 ஜாயிண்ட் ஆகிட்டே இருக்கும். இங்கே மேலே நின்று இதில் ஒரு கால்சியம் ஒரு தண்ணி விழுந்துட்டு ബോട്ട് ഇറങ്ങിയിട്ട് വഴിയിലെങ്ങും തങ്ങാതെ ആദ്യം തന്നെ ഓടിയെത്തുകൊണ്ട് നമുക്ക് ഏതായാലും ഒത്തിരി തിരക്കാവുന്നതിന് മുന്നേ തന്നെ കേവിൻ്റെ ഉള്ളൊക്കെ കണ്ട് നന്നായിട്ടും കേട്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടോ. ഏതായാലും തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. ഉള്ളിലൊക്കെ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. കുറച്ച് വെളിയിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിൽ ചില ഭാഗങ്ങളൊന്നും തുടരുത് എന്നൊക്കെ പറയുന്നതാണ്. തൊട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകുന്നുള്ളതൊക്കെ ഗൈഡ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. கூடிட்டே இருக்கும் அது, சரியா? இந்த வருஷம் பார்த்தீங்கன்னா இது பேனல் கோடு மாதிரி, இது ஒரு கோரல்ஸ் மாதிரி, ஜூமர் மாதிரி. അങ്ങനെ നമ്മൾ ഏതെങ്കിലും കേവിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുള്ള വഴികളിലൊക്കെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഓരോരോ ബോർഡുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതൊക്കെ മെല്ലെ വായിച്ചൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ സാവകാശം ചെന്നാൽ മതിയല്ലോ. രാവിലത്തെ ഇത്രയും ദൂരത്തുള്ള നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണമായി. ഏതായാലും തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഈ കടയിൽ കയറിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നമ്മൾ ബോട്ട് ഇറങ്ങിയ ഏരിയയിലെത്തി. അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വന്നെങ്കിൽ മാത്രമേ നമ്മൾ ബോട്ട് എടുക്കുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ സ്പീഡിൽ പോയി കേവൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം ഇവിടെ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ നിരത്തി അങ്ങോട്ട് ഫോട്ടോ എടുക്കുകയാണ്. കാരണം ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ധാരാളം സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് തന്നെയാണ് ഏറ്റവും നല്ല രസം. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഈ ഒരു ബ്രിഡ്ജ് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലെല്ലാവരും തിരിച്ചെത്തി നമ്മളങ്ങനെ തിരിച്ച് ജെട്ടിയിലേക്ക് പോകാൻ കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈ ഒരു 25 മിനിറ്റിൻ്റെ യാത്രയിൽ നമ്മളാകെ വെന്തുരുകി പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
നമ്മുടെ ഫെറി വരുന്ന ഗ്യാപ്പിൽ നമ്മളേതായാലും ലസ്സിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ ഫെറിക്കുള്ളിലേക്ക് കയറാണ്ട്. ഇവിടെ ഇങ്ങനെ ജങ്കാറ് പോലെ വാഹനങ്ങളൊക്കെ കയറി ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടാണ് ഇത് പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് ചെറിയൊരു ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫെറിയിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെയാണ് നമ്മൾ ടൂറിസ്റ്റുകളുടെയൊക്കെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ വരെ അവർക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇനി നമ്മൾ രാവിലെ വന്ന പോലെ തന്നെ തിരിച്ച് ജാർവ ഫോറസ്റ്റ് ഏരിയയിലൂടെ തിരിച്ച് കടന്നു പോവാണ്. സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിലൊന്നും നമുക്ക് ഫുഡ് കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ പോർട്ട് ബ്ലെയറിലെത്തി വൈകുന്നേരമാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചത്. ഇനി നമ്മൾ വൈകുന്നേരം മറ്റൊരു ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് ഒരു സൺസെറ്റ് കാണാനാണ് ഇന്നത്തെ ഈവനിങ് പരിപാടി. അങ്ങനെ നമ്മൾ വണ്ടൂർ ബീച്ചിലെത്തിട്ടോ. ബീച്ചിലെത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് കണ്ടു, മുതലയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു സൺസെറ്റൊക്കെ കാണാനുള്ള പ്രിപ്പറേഷനിൽ നമ്മളിവിടെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ബീച്ചിൽ ചെന്നാൽ അവിടെ ഇറങ്ങി കൈയും കാലം നനയ്ക്കുക അല്ലെങ്കിൽ നനയുന്ന പരിപാടികളോ കുളിക്കുന്ന പരിപാടികളോ നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കരയിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്താണ് ഞങ്ങളുടെ ടൈം ഇവിടെ ഞങ്ങൾ കളഞ്ഞത് കേട്ടോ. അങ്ങനെ വൈകിട്ടായപ്പോഴേക്ക് നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ സാധിച്ചിട്ടു. അത് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ക്യാമറയിൽ പകർത്താനും ശ്രമിച്ചിട്ടുണ്ട്. സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുട്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. കാരണം പോർട്ട് ബ്ലെയറിൽ നമുക്ക് ഇന്ന് പുതിയൊരു റൂമാണ് ഇട്ടെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ AMR ഗ്രാൻഡിലാണ് റൂം എടുത്തത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു കൊടുത്ത പൈസയ്ക്ക്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ കയറി ഫ്രഷായി ഇനി രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കിടന്നിറങ്ങി നാളെ നമ്മൾ ആൻഡമാനിൽ തിരിച്ചു പോരുന്ന ദിവസമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.